തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫിന്റെ പ്രചാരണ വാഹനങ്ങൾക്ക് നേരെ LDF പ്രവർത്തകരുടെ അതിക്രമമെന്ന പരാതി. UDF പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി സ്ഥാനാർത്ഥിയും UDF പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. മുഹമ്മദ് ആഷിഖ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആഷിഖ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് പരാതി? പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനം അവസാനിച്ചോ? എന്താണ് വിവരങ്ങൾ? ബിനീഷ, അല്പനേരം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. തൊടുപുഴയ്ക്കടുത്ത് മങ്ങാട്ടുകോലയ്ക്ക് സമീപത്ത് വെച്ചാണ് UDFന്റെ പ്രചരണ വാഹനം SFI DYFI പ്രവർത്തകർ തകർത്തു എന്നുള്ള ആരോപണം ഈ ഘട്ടത്തിൽ UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. തുടർന്നാണ് UDF സ്ഥാനാർത്ഥി അപ്പു ജോസഫിന്റെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തൊടുപുഴയിൽ സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ വിശദീകരിക്കുന്നത്, ഇന്ന് ഉച്ചയോടുകൂടി ആ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കുറച്ചധികം ഫ്ലക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടി പക്ഷപാതപരമായിട്ടാണ് സ്വീകരിച്ച് UDF പ്രവർത്തകരുടെ ഫ്ലക്സ് ബോർഡുകൾ അടക്കം ഇതിൽ നിന്ന് ഒഴിവാക്കി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചില വാക്കുതർക്കങ്ങളാണ് ഈ സംഘർഷങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മണ്ഡലത്തിൽ പക്ഷപാതപരമായിട്ടാണ് ഇടപെട്ടത് എന്നാണ് LDFന്റെ പ്രവർത്തകരടക്കം ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. ഏതായാലും വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ട വാഹനത്തിന്റെ റിവർ വ്യൂ അടക്കം തകർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് UDF പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു അടക്കം ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിഷേധ മാർച്ച് ഈ ഘട്ടത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനം തകർത്തവർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാണ് UDF പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. വിനീഷ, ശരി. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് നേരെയും ഒപ്പം പ്രചരണ ബോർഡുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അതിക്രമം ഉണ്ടായി എന്ന പരാതി പറയുകയാണ് UDF പ്രവർത്തകർ. ഇത് സംബന്ധിച്ച പ്രതിഷേധ പ്രകടനവും അവിടെ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ്